മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടേൻ്റെ കൂടെ നിൽക്കുന്ന ആളെ ഏർപ്പാടാക്കുന്നു. കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം അറിയാൻ വേണ്ടി. അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതേസമയം അവരാണെങ്കിൽ അവരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരിക്കും. അപ്പോൾ നീ അവിടെ തന്നെ പോയി ആ കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം എന്നെ വിളിച്ചറിയിക്കണമെന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ആ ഗുണ്ടയെ. എന്നിട്ട് കുറച്ച് പൈസയെല്ലാം കൊടുത്തുകൊണ്ട് ആ ഗുണ്ടയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഗുണ്ടയാണെങ്കിൽ ഞാനിതെല്ലാം കറക്റ്റായിട്ട് വന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ കണ്ണൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ അനന്തുവാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, മഹിയെ ഒരുക്കി കൊണ്ടുവരാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട്, ആ മണവാട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനെല്ലാം ലേഖയോട് പറയുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ ഒരുങ്ങിയെല്ലാം വരുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ മഹിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വിവാഹമൊന്നും അല്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ വിവാഹ വാർഷികം നടന്നു എന്ന് ഞങ്ങൾക്കും കൂടെ ഒന്ന് ബോധ്യമാകണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നെല്ലാം അനന്ത് പറയുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷന് മഹിയുടെ അമ്മേനെയും കൂടെ കൂട്ടാമായിരുന്നു, വിളിക്കാതിരുന്ന് വളരെ മോശമായിപ്പോയെന്നെല്ലാം ലേഖ പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അയാളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടത്തേണ്ടി വന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും അതിനെന്താണ്, നമുക്ക് നല്ല രീതിക്ക് തന്നെ നടത്താമെന്നെല്ലാം അനന്തവും ലേഖയും പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ആ ഗുണ്ട വരുന്നുണ്ട്. ഗുണ്ടയാണെങ്കിൽ പതിയെ പതിയെ അവരുടെ വീട്ടിലോട്ട് നടന്നു കയറുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോയും ലോപ്പസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വണ്ടി ഈ സ്കൂട്ടർ ആരുടെയാണെന്ന് അറിയാനായിട്ട് അവിടെ നിർത്തുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ആരോ കയറി പോകുന്നതായിട്ട് മാർക്കോ കാണുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, അത് ആരായിരിക്കും, എന്താണെങ്കിലും വല്ല ഫുഡ് വല്ല ഓർഡർ ചെയ്തിട്ട് വല്ലവരും വന്നതായിരിക്കുമല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അയാളാണെങ്കിൽ മാർക്കോനെ കാണുന്നതും പെട്ടെന്ന് തന്നെ വണ്ടിയുടെ പിറകിൽ ഒളിച്ച് നിൽക്കുന്നു. അങ്ങനെ മാർക്കോക്ക് ചെറിയ സംശയമാകുന്നുണ്ട്, എന്താണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത ആളെന്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇതൊന്നുമല്ല, ആ മേഘനാഥൻ ആരെയോ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. കണ്ണൻ സാറ് നടന്നോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അയാളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അകത്ത് കയറി സാറിനോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ലേഖയും അനന്തും അവരെ കാണുകയും അവരെ രണ്ടുപേരെ ക്ഷണിച്ച് അകത്തോട്ട് കയറ്റുന്നു. അകത്തോട്ട് കയറിയതും മാർക്കും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കഥ കുറ്റിയിടുന്നുണ്ട്. അന്നേരം അവർ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും അതാണെങ്കിൽ അവിടെ പുറത്തൊരാൾ മേഘനാഥനാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നൊരാൾ വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ ഈ വീടിൻ്റെ പിറകുവശത്തോട്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് സാർ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അയാളെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറ് വീൽ ചെയറിലോട്ട് പോയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ വീൽ ചെയറിലോട്ട് ഇരുത്തുന്നു. അങ്ങനെ മാർക്കോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന മാർക്കോ അയാളെ അന്വേഷിച്ച് നടക്കുന്നതും അയാളാണെങ്കിൽ ആ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നതായിട്ട് കാണുന്നു. ഉടനെ തന്നെ മാർക്കോ അയാളുടെ ഒരു കമ്പെടുത്തിട്ട് നടുവിന് നോക്കി തന്നെ നല്ലൊരടി കൊടുക്കുന്നു. അയാളാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് തന്നെ അവിടെ വീഴുകയാണ്. എന്നിട്ട് എന്നെ കൊല്ലില്ലേ സാറേ, എൻ്റെ നടു ഒടിഞ്ഞെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ കരച്ചിലോടുകൂടി തന്നെ മാർക്കോയുടെ നേരെ കൈ ചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, നീ ഇത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അയാളെ വലിച്ച് റോഡിൽ കൊണ്ടുപോയി ഇടുകയാണ്. എന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു തരാമോ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾക്ക് അറിയുമ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നത് ബൈക്കിനല്ലേ, അങ്ങനെ തന്നെ പോയാൽ മതി, അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ ഇതിലേ വരും, അതിലേ കയറി പോയി ഹോസ്പിറ്റലിൽ പൊക്കോളാനെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ അയാളെ അവിടെ നിന്നും വിടുന്നു. പിന്നീട് മഞ്ജു ആണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാനായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അന്നേരം നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട്, സാഗറേട്ട എളുപ്പം ഒരുങ്ങിക്കോ, നമുക്ക് എത്രയും പെട്ടെന്ന് അനന്തുവേട്ടൻ്റെ വീട്ടിലോട്ട് പോകാം, അവിടെയാണ് ഏട്ടനും ഏടത്തിയും ഉള്ളതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ മാർക്കും ആണെങ്കിൽ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്, മേഘനാഥനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൻ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുത്താൽ മാത്രമേ ഇനി ഈ ഒരു ശല്യം കുറച്ചെങ്കിലും കുറയുള്ളൂ എന്നെല്ലാം ലോപ്പസിനോടായിട്ട് മാർക്കോ പറയുന്നു. അതേസമയം വീട്ടിലെത്തുന്ന മേഘനാഥനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ കണ്ണ് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാനായിട്ട് ഒരാളെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവൻ നടക്കോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റുമെന്നെല്ലാം വാമദേവനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, അവിടെ ആ മാർക്കോ എന്ന് പറഞ്ഞവനെല്ലാം വരില്ലേ, നീ അതെങ്ങാനും അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കഥയാണ് കഴിക്കാൻ പോകുന്നതെന്നെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. പിന്നീട് മാർക്കോ ആണെങ്കിൽ മേഘനാഥനെ തേടി അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ മേഘനാഥനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടണമെന്ന് വിചാരിച്ചിട്ട് നീ ഒരു തരത്തിലും എന്നെ വെറുതെ വിടാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. മാർക്കോനെ കണ്ടതും മേഘനാഥനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നു. അങ്ങനെ മാർക്കോ ആണെങ്കിൽ മേഘനാഥനിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇനി മേലാൽ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെയുള്ള നിൻ്റെ ഈ നടത്തം ഇതോടുകൂടി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിൻ്റെ കഥ ഞാൻ കഴിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട്
മേഘനാഥനെ ഇടിച്ച് ഒരു പരുവത്തിലാക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മാർക്കോയുടെ അടുത്തു നിന്ന് കിട്ടുന്ന അടിയെല്ലാം കൊണ്ട് ആകെ അവശതയാകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.